ഉള്ളത് മുഴുവനും നരച്ചിരിക്കുക. മുടി നീ പിഴുത് കളഞ്ഞാലും പെയിന്റ് അടിച്ചാലും മൈലാഞ്ചി ഇട്ടാലും കളറടിച്ചാലും അടയാളം തന്നെയാ വാപ്പ, അടയാളം തന്നെയാ. വേണമെങ്കിൽ ഒരുങ്ങിക്കോ, അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. എന്നാ പോയി നോക്കണം കേട്ടാ നല്ലതുപോലെ. പിന്നെ എവിടെയെങ്കിലും ഒരെണ്ണം കണ്ടാ പിഴുത് കളയുന്നവരാ നമ്മളൊക്കെ. നല്ലതുപോലെ നോക്കിക്കോ, ഒരു മുടി വെളുത്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാ പറഞ്ഞത് പറിച്ചു കളയാൻ പാടില്ല, നരച്ച മുടി പറിച്ചു കളയാൻ പാടില്ല. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് അല്ലാഹുവേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് തോന്നുന്നു ഒരു മുടി ആദ്യമായിട്ട് മുടി നരച്ചപ്പോ അള്ളാഹിനോട് ചോദിച്ചു, എന്താ അവിടച്ചവനെ ഒരു വെള്ള കാണുന്നല്ല, ഒരു മുടി വെള്ള. അള്ളാഹു പറഞ്ഞത് വഖാറാണെന്ന്. അള്ളാഹുവേ അവിടുന്ന് ദുആ ചെയ്തു അത്രേ, അല്ലാഹുമ്മ സിദ്നി വഖാറ എന്ന് പറഞ്ഞാൽ മൊത്തം നരപ്പിച്ചരണേന്ന് അള്ളാഹിനോട് ദുആ ചെയ്തു അത്രേ. സഹോദര, ഒരു താടിയിലോ തലയിലോ ഒരു രോമം നരച്ചു. അല്ലാഹുവേ എന്റെ മരണം അടുത്തുയല്ലോ, മുടി നരച്ചല്ലോ, എന്റെ മരണം അടുത്തു എന്ന് പറഞ്ഞിട്ട് അത് പറിച്ചു കളയാതെ നീ കൊണ്ടു നടന്ന നാളെ പരലോകത്തത് പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ ഇരിക്കുന്നതിൽ 50% പേരുടെയും കാര്യത്തിൽ തീരുമാനമായി, 50% പേരുടെയും കാര്യത്തിൽ തീരുമാനമായി. ഇനി 2, മുടി നരച്ചില്ലെങ്കിൽ നീ പേടിക്കണ്ട. രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? നിത്യമായിട്ടുള്ള രോഗങ്ങളാണെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിത്യമായിട്ടുള്ള രോഗങ്ങൾ. അസുഖങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ക്യാൻസർ മാത്രമല്ല, ക്യാൻസറോ ട്യൂമറോ മാത്രമൊന്നുമല്ല, തലവേദനയാണെങ്കിലും രോഗം തന്നെയാ. രോഗം തന്നെയാ. പ്രഷർ ഉണ്ടോ, ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, BP ഉണ്ടോ, തൈറോയ്ഡ് ഉണ്ടോ, മതി, ഇതൊക്കെ മതി. മാറാത്ത തലവേദനയുണ്ടോ, മോനെ ഒരുങ്ങിക്കോടാ, അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. 3 പഴയ ആരോഗ്യം ആർക്കാ ഉള്ളേ? പഴയ ആരോഗ്യം ആർക്കാ ഉള്ളേ? ഓടാൻ പറ്റുമോ, ചാടാൻ പറ്റുമോ? നെഞ്ച് വിരിച്ചുകൊണ്ട് ഈ റോഡിലൂടെ നടന്ന പല മഹാന്മാരും ഇന്ന് കൂന് പിടിച്ചിട്ട് ഇങ്ങനെ നടക്കാ, ഒടിഞ്ഞു കുത്തി. തൊലിയൊക്കെ ചുളുങ്ങിയില്ലേ വാപ്പ, തൊലിയൊക്കെ ചുളുങ്ങിയില്ലേ? പ്രായം കുറെ ആയില്ലേ വാപ്പ? അത് മരണത്തിന്റെ അടയാളമാണെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എല്ലാവർക്കും സമാധാനമായില്ലേ? എല്ലാവർക്കും സമാധാനമായി. ഈ ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളിൽ 100ൽ 95% പേർക്കും ഈ പറഞ്ഞ അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ട്. ഒരുങ്ങിക്കോ, അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. ഒരു ചെറുപ്പക്കാരൻ ചിരിക്കുന്നു, ഇല്ല ഉസ്താദേ, നിങ്ങൾ പറഞ്ഞ 3 അടയാളവും എനിക്ക് വന്നിട്ടില്ല. എടാ, വേണോന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടാ. അങ്ങനെ അടയാളങ്ങളുണ്ട്, വേണോന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മുടി നരക്കണോ, ഒരു നിർബന്ധമൊന്നും ഇല്ല. നിന്നെ പോലെ ഒരുത്തൻ ബൈക്ക് കൊടുത്തിട്ട് പോയതാ, ഇപ്പൊ ഇവിടുത്തെ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇന്ന് തൗബ ചെയ്യാമെന്ന് തീരുമാനിച്ച ഈ കൈപൊക്കിയവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയാം. ഇന്നിവിടെ ഇരുന്നു കൊണ്ട്, എന്റെ പ്രിയമുള്ളവരെ, ഇന്നേ സദസ്സിലിരുന്നു കൊണ്ട് ഉസ്താദേ ഇന്ന് ഞാൻ തൗബ ചെയ്യുമെന്ന് തീരുമാനമെടുത്ത നിങ്ങൾക്ക് അള്ളാഹു തരുന്ന ഒരു പ്രതിഫലം പറയാ. ഇന്നിവിടെ നിന്ന് ദുആ ചെയ്യുമ്പോ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത പാപം മനസ്സിലൊന്ന് ഓർത്തിട്ട് ഒന്ന് കരയാൻ കഴിയുമോ, ഒന്ന് തൗബ ചെയ്യാൻ കഴിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ചെറുപ്പക്കാരാ, ഈ സദസ്സിലിരുന്നിട്ട് ദുആ ചെയ്യുമ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ പാപം ചെയ്തു പോയി റബ്ബേ, നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരങ്ങാടെ താഴെ വീടാൽ അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്തിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ, നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ, നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. പെങ്ങളെ, നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഭർത്താവിനെ വഞ്ചിച്ച പെണ്ണ്, കാമുകന്റെ കൂടെ കറങ്ങിയ പെണ്ണ്, നഗ്നചിത്രം അയച്ചു കൊടുത്ത പെണ്ണ്, ആവശ്യമില്ലാത്ത പച്ച സെക്സ്, മണിയറ രഹസ്യം വര കാമുകനോട് വിളമ്പിയ പെണ്ണ്, ഇന്നെങ്ങാണം ഇതെല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞാൽ റബ്ബിന്റെ അർശിന്റെ ഭാഗത്തിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാ, പടച്ചവനേ, ആ സിറാജിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞാൻ
തൗബ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് മലക്കുകൾ അല്ലാഹുവോട് പറയുകയാണ്, ആ സിറാജിന് പുറത്തു കൊടുക്കണേ അല്ലാ, അവന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഞാനിന്നിവിടെ ഇരുന്ന് തൗബ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ പടച്ചവനോട് പറയുകയാണ്, സിറാജിന് സ്വർഗം കൊടുക്ക് തമ്പുരാന്, അവന് പുറത്തു കൊടുക്ക് തമ്പുരാന്, അവന് പുറത്തു കൊടുക്ക് തമ്പുരാന്. അവന് മാത്രമല്ല അല്ലാ, ആ സിറാജിന് ജന്മം കൊടുത്ത ഒരു വാപ്പയുണ്ട് തമ്പുരാന്, അവനൊരു വാപ്പയുണ്ടല്ലോ. ഒരുപാട് പട്ടിണി കിടന്നിട്ട് രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് വളർത്തിയ ഒരു വാപ്പ അവനുണ്ട്. നൊന്തു പ്രസവിച്ച മരണവേദനയുടെ വേദനയും നൊന്തു പ്രസവിച്ച ഒരുമ്മയും സിറാജിനുണ്ട് നാഥാ. ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഞാനല്ല പറയുന്നത്, അല്ലാഹുവിന്റെ ഖുർആനാണ്. വമന സലക മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. നീ ഇവിടെ ഇരുന്ന് കൊണ്ട് തൗബ ചെയ്താൽ മലക്കുകൾ അല്ലാഹുവോട് പറയുകയാ, ഇവന്റെ വാപ്പാന് സ്വർഗം കൊടുക്കണം, ഇവന് സ്വർഗം കൊടുക്കണം, ഇവന്റെ വാപ്പയ്ക്കും കൊടുക്കണം, ഇവന്റെ ഉമ്മയ്ക്കും കൊടുക്കണം. ഇവന് മഹ്റ് കൊടുത്ത് വിവാഹം കഴിച്ച ഒരു പെണ്ണുണ്ട് റബ്ബേ, ഇവന് ചോറ് വെച്ച് കൊടുക്കുന്ന, ഇവന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന, ഇവന്റെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കുന്ന, ഇവന്റെ മക്കളെ പോറ്റുന്ന ഒരു ഇണ കൂടെ ഇവനുണ്ട് നാഥാ. ആ പെണ്ണിനും സ്വർഗം കൊടുക്കണേ അല്ലാ. അവർക്ക് മാത്രമല്ല, ഇവന്റെ രക്തത്തിൽ പിറന്ന ഇവന്റെ മക്കളുണ്ടല്ലോ, ആ മക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ എന്ന് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്ന്, മലക്കുകൾ അല്ലാഹുവോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ ഇവന്റെ പാപം പൊറുക്കണം, ഇവന് സ്വർഗം കൊടുക്കണം, ഇവന്റെ മാതാപിതാക്കൾ കൊടുക്കണം, ഇവന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം, ഇവന്റെ മക്കൾക്ക് സ്വർഗം കൊടുക്കണം എന്ന് ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇവിടുത്തെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈവക്കിക്കേ. പലരും കൈവക്കുന്നില്ല, പലരും കൈവക്കുന്നില്ല. കാരണം എന്തെന്നറിയോ? ഇവള് സ്വർഗത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഉസ്താദെ. അതാ പലർക്കും കൈവക്കാൻ തന്നെ വലിയ മടി. എന്ത് പറ്റിയപ്പോ? തലകറക്കമല്ലേ, മരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ കറങ്ങിയതല്ല, കുഴപ്പമൊന്നുമില്ല. അള്ളാഹു ശിവ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ശിവ കൊടുക്കുമാറാകട്ടെ. പണ്ടൊക്കെ വഴുത് പറയുന്ന സദസ്സിൽ നിന്ന് മയ്യത്തുകൾ എടുത്തുകൊണ്ട് പോകുമായിരുന്നു എന്നാ. പണ്ടൊക്കെ വഴുത് പറയുന്ന സദസ്സിൽ നിന്ന് ജനാസകൾ കൊണ്ടുപോയി. എന്തായാലും പറയുന്ന കേട്ടിട്ട് തലയെങ്കിലും കറങ്ങിയല്ലോ. അൽഹംദുലില്ലാ. അള്ളാഹു ആ പാവപ്പെട്ട സഹോദരിക്ക് അള്ളാഹു ശിവ കൊടുക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, പോയതൊക്കെ പോയി ബാ. അതങ്ങനെ. അപ്പോ എന്തേപ്പാ പറഞ്ഞേ? എന്തായിരുന്നു പറഞ്ഞേ? അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സ്വർഗത്തിൽ നമുക്ക് ഭാര്യമാരാക്കി തരുമാറാകട്ടെ. വേണ്ടേ? കൈപൊക്കിക്കേ. വേദിയിരിക്കുന്നവരും പൊക്കിക്കോ. പെണ്ണുമ്പോൾ അപ്പുറത്തിരുന്ന് കാണുന്നുണ്ട്. എടാ, പെണ്ണുമ്പോൾ അപ്പുറത്തിരിപ്പുണ്ട്. വീട്ടിൽ പോകുമ്പോൾ ചോദിക്കും, എന്തേ എല്ലാവരും പൊക്കി, നിങ്ങൾ മാത്രം പൊക്കാഞ്ഞെന്ന്. അവസാനം പൊക്കി എടുക്കരുത് നിങ്ങളെ. നിങ്ങളെങ്ങനാ ഭർത്താവിനെ സ്വർഗത്തിൽ വേണോ എന്ന് കൈ പൊക്കിക്കേ. ഓ, ആലോചിക്കുക, പൊക്കണോ വേണ്ടയോന്ന്. വേണം. അള്ളാഹു ഇല്ല. നമ്മളൊക്കെ കുടുംബസമേതം അവിടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടേക്ക് ഈ 2 പെണ്ണ് കിട്ടുന്നവരുണ്ടോ? അപ്പൊ 2 പെണ്ണ് കിട്ടുന്ന ആൾക്കാരുണ്ടോ? ഒരുപാടുണ്ടല്ലേ? ഓ, ഇവിടെ ഒരെണ്ണത്തിനെ കൊണ്ട് തന്നെ ഓരോ മനുഷ്യന്മാരും ഇവിടെ പാടറി. എപ്പോഴും 2 എണ്ണം. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാനൊരു സ്ഥലത്ത് വയലിന് പോയപ്പോൾ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. അവസാനം ഒരുപാട് ഉസ്താദന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് ദുആ ചെയ്ത് ഇറങ്ങാൻ സമയമായപ്പോൾ നമ്മുടെ കൂടെ ഒരു പ്രായമുള്ളൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. ആ ഉസ്താദിനെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോയി. ആ വീടിന്റെ ഉടമ അകത്ത് വിളിച്ചോണ്ട് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്തൊക്കെയോ പറയുന്നുണ്ട്, കരയാ. ഇയാളിങ്ങനെ കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ ഉസ്താദ് ഇങ്ങനെ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നെ നോക്കും, ഇങ്ങനെ ചിരിക്കും. അവസാനം പരാതികളൊക്കെ കേട്ട് ഇറങ്ങി വന്നപ്പോൾ പോകാൻ സമയത്ത് ഞാൻ ചോദിച്ചു, എന്തേ ഉസ്താദെ അയാൾ ഇങ്ങനെ ഭയങ്കര
ഒന്നുമില്ലടാ സിറാജ, പാവപ്പെട്ടവൻ 2 വിവാഹം കഴിച്ചു, സമാധാനമില്ല. നമ്മൾ പറയില്ലേ ശൈത്താനും കടലിൽ നടക്കണ വരണവരെ. 2 വിവാഹം കഴിച്ചിട്ട് 2 ഭാര്യമാരിൽ നിന്ന് സമാധാനം കിട്ടാതെ ആ മനുഷ്യ ഉരുകിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ സങ്കടം പറഞ്ഞിട്ട് എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ചിരിച്ചേ? ഞാൻ 3 കെട്ടിയിട്ട് അടക്കാതെ. ഈ മനുഷ്യൻ 3 കെട്ടിയിട്ട് സമാധാനമില്ലട കപ്പഴാ. അള്ളാഹു നമുക്കൊക്കെ നല്ല ജീവിതം നൽകുമാറാകട്ടെ. അപ്പൊ കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2 ഞാൻ പറഞ്ഞില്ലേ, കൈപൊക്കിയ അല്ല തരുന്ന പ്രതിഫലം. ഞാൻ പറഞ്ഞോ, നിനക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇന്ന് വയത് കിടിഞ്ഞ് പിരിഞ്ഞ് വീട്ടിൽ പോയി നീ അങ്ങ് മരിച്ചു. അള്ളാഹുബേ പടച്ചവനെ, ഇന്ന് നീ ഇവിടെ നിന്ന് വയത് കിടിഞ്ഞ് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് പോയി. നാളെ രാവിലെ ഈ സംഘാടകര് തന്നെ നിനക്ക് കബറ് കുഴിച്ചു തന്നു. അവസാനം നിന്റെ വീട്ടുകാരെല്ലാവരും നിന്നെ കുളിപ്പിക്കുകയാണ്. എന്നിട്ടെല്ലാവരും നിന്നെ കൊണ്ടുവന്ന് ഒരുക്കി ഇട്ടിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കിടത്തി. അതാ മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. നാളെ എല്ലാവരും കൂടെ നിന്നെ കുളിപ്പിച്ച് കൊണ്ടുപോയി കടത്തി. എന്നിട്ട് അതാ പടച്ചോനെ പഞ്ഞിയൊക്കെ പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചു. കഫൻ തുണി ഇങ്ങനെ പൊതിയാൻ തുടങ്ങി. അവസാനം നിന്റെ കുടുംബക്കാര് തലയുടെ ഭാഗത്ത് നിന്നിട്ട് പറയാ, മൂക്കിനകത്തോട്ട് 2 പഞ്ഞി അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് പറയാ, കാണേണ്ടവരൊക്കെ കണ്ടോ, പൊതിയാൻ പോവാ. ധൃതി, കാണേണ്ടവരൊക്കെ വന്ന് കണ്ടോളാം, എന്താ കൊണ്ടുപോ, പൊതിയാൻ പോവാ. അപ്പൊ വലിയ തിരക്ക്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ മതിയാ, കണ്ടതൊക്കെ മതി പൊതിഞ്ഞേക്കാൻ. പൊക്കിയെടുത്ത് പള്ളിക്കാട്ടി കൊണ്ടുപോകുമ്പോ ഈ കൈപൊക്കിയവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം കേട്ടോ. നാളെ പള്ളിപ്പറമ്പിൽ പെരുന്നാളിന്റെ ആഘോഷമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നാളെ പള്ളിപ്പറമ്പിൽ ആഘോഷവാ. എന്തെന്നറിയോ? നീ പോവാ, തൗബ ചെയ്ത് നിന്നെ കൊണ്ടുപോവല്ലേ. കള്ളു കുടിച്ച എന്തെങ്കിലും ചിന്തിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിച്ചവന്റെ പ്രതിഫലം, ഖുർആൻ ഓതിയവന്റെ പ്രതിഫലം, ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലം, പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലം, വഅദ് പറഞ്ഞവന്റെ പ്രതിഫലമല്ല. ജീവിതത്തിൽ ചെയ്ത ഒരു പാപം അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ നിന്റെ മയ്യത്ത് ഖബറടക്കാൻ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ ഖബറാളികൾക്ക് വലിയ സന്തോഷമാണ്. നിന്റെ മയ്യത്ത് കൊണ്ടുപോയി 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെക്കുമ്പോ നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്ന അയൽവാസികൾക്ക് പോലും നിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ നിന്റെ പ്രതിഫലമല്ല, നിനക്കല്ല തരുന്ന പ്രതിഫലമല്ല. എടാ, ഇന്ന് ഈ സമയം വരെ, ഇന്നത്തെ ഈ ദിവസം 5 വഖത്ത് നിസ്കരിക്കാത്ത നീ ഇന്നിവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഇന്ന് രാത്രി മരിച്ച നിന്റെ മയ്യത്തി പള്ളിപ്പറമ്പി കൊണ്ടുപോകുമ്പോ നിന്റെ അയൽവാസികൾക്ക് പോലും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗബ ചെയ്തിട്ട് മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇനിയുള്ള മണിക്കൂറിന്റെ വിലയാണ് പറയുന്നത്. വശഅബാനു ഹുവൽ മുകഫിറൂൻ, പാപം പൊറുക്കുന്ന മാസമാണ് ശഅബാനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിർത്താറായോ? നിങ്ങൾക്ക് ബോറടിക്കണുണ്ടോ? ഇല്ല, പറയാ. ഇച്ചിക്കൂടി ഇരിക്കുമല്ലേ? ഒരെണ്ണം കൂടെ പറയാൻ ഇൻഷാ അല്ലാഹ്. ഇരിക്കോ? ഒന്ന് കൈപൊക്കിക്കേ. പൈസ ഒതുക്കുമ്പോ തരണം കേട്ടാ, ഉഷാറട്ടാ. ആ പൊക്കിയ കൈക്കത്തടക്കണ മോതിരം പള്ളിക്കുഴി പോകുമ്പോഴത്തേക്ക് ഇങ്ങ് തന്നിട്ട് പോയാലേ. നാളെ എന്തായാലും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരല്ലേ. ഇന്ന് ഒരു തന്നിട്ട് പോകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബക്കറ്റ് എടുക്കാൻ സമയമായോ? എടുത്തോ, ബിസ്മില്ലാ. എല്ലാരും ഒന്ന് പോക്കറ്റ് കൈയിട്ടോ. ഇട്ടോ, നഷ്ടമൊന്നുമില്ല. നിനക്ക് തന്നെ ലാഭം. സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു. അള്ളാനോട് പറയാ, എന്റെ സമ്പാദ്യം മുഴുവനും തരാ അല്ലാ, മാറ്റിത്തരുവോ?
മാറ്റി തരുവോ? കിഡ്നി രണ്ടും അടിച്ചുപോയി, ഡയാലിസിസ് ചെയ്യുന്ന അവസ്ഥ. അല്ലാ 25-30 ലക്ഷം രൂപ ചെലവാക്കാൻ തിരിച്ചു തരുവോ? അല്ലാ ഇല്ല. മോനെ 10 രൂപ ഈ ബക്കറ്റിയിട്. നിന്റെ കയ്യിലിരിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ഉള്ളത് 1 രൂപ മതി മോനെ, അത് അള്ളാന്റെ മുന്നിൽ വലുതാ. ഉള്ളത് ഈ ബക്കറ്റിയിട്. നിനക്ക് അല്ലാഹു തരുന്ന വിപത്തുകൾ ഈ സദഖ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഒന്ന് കൈയിട്ടെ. ബിസ്മില്ലാ ബിസ്മില്ലാ. എല്ലാവരും ഇട്ട് നോക്ക്. വെച്ചത് അവിടെ തന്നെ ഉണ്ടോന്നെങ്കിലും നോക്ക്. ഇട്ടതേ പോക്കറ്റിനകത്തുള്ളത് അവിടെ ഉണ്ടോ നോക്ക്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. കരുണക്കടലായ ദയാലുവായ പടച്ചവനേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു നല്ല സദഖ കൊടുക്കുന്നു അല്ലാഹ്, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തിരക്ഷിക്കണേ അല്ലാഹ്. ഏതെങ്കിലും മാരക രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ച് കളയണേ അല്ലാഹ്. പടച്ചവനേ, സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത ഒരു രോഗവും തരല്ലേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഈ മാസത്തിനെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനു അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ? ഹവ്വനല്ലാഹു അലൈഹി സകറാത്തുൽ മൗത്ത്. ഇനിയുള്ള മണിക്കൂറിന്റെ മഹത്തമാണ്. റമളാനിന് മുമ്പ് ഒരുങ്ങിക്കോ, റമളാനിന് മുമ്പ് ഒരുങ്ങിക്കോ പെങ്ങളെ. റമളാൻ കടന്നു വരികയാണ്, റമളാൻ കടന്നു വരികയാണ്. ഒരുങ്ങ പൊന്നുമോളെ, ഒരുങ്ങ പൊന്നുമോളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അതാ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്. അല്ലാഹുവിനെയും പ്രവാചകനെയും ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വിശ്വസിക്കുന്നുണ്ടോ, അവൻ അതിഥികളെ സ്വീകരിക്കട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മനാമന ബില്ലാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അതിഥികളെ സ്വീകരിക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാൻ 2 മാസം കാത്തിരിക്കുകയാ ഞാനും നിങ്ങളും. 2 മാസമായി ഞാനും നിങ്ങളും കാത്തിരുന്ന റമളാൻ വരുമ്പോ ആ റമളാൻ എന്ന് പറയുന്ന അതിഥിയെ സ്വീകരിക്കണം. നീ അത് എങ്ങനെ സ്വീകരിക്കണം? കേവലം ഒരു മനുഷ്യൻ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്നാ റൂം റെഡിയാക്കുന്നു, ബാത്റൂം റെഡിയാക്കുന്നു, അടുക്കള റെഡിയാക്കുന്നു, ഡൈനിങ് ടേബിൾ റെഡിയാക്കുന്നു, ഇല്ലേ? ഒരു മനുഷ്യൻ വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, റമളാൻ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാനും റമളാനിന് കഴിയും, നരകത്തിൽ കൊണ്ടുപോകാനും കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ ഉമ്മാനെ ഒന്ന് ആലോചിക്ക്, നിങ്ങളുടെ ഉമ്മാനെ ഒന്ന് ആലോചിക്ക്. തത്തമാരൊക്കെ ആ പ്രായം ചെന്ന ഉമ്മ റജബ് മാസം കടന്നു വരുമ്പോ ഇറങ്ങിയിട്ട് പുല്ല് പറിക്കാം. വീടിന്റെ പരിസരത്തൊക്കെ ഉള്ള പുല്ല് പറിക്കുന്നു. ആവശ്യമില്ലാത്തതൊക്കെ വീടിന്റെ അകത്ത് കയറി ചെലന്തിയുടെ വലയൊക്കെ അടിച്ചു കളഞ്ഞു. വേണ്ടാത്ത പഴയതൊക്കെ എടുത്തുകൊണ്ട് പോയി കത്തിച്ചു കളഞ്ഞു. എന്തേ ഉമ്മ? മോളെ റമളാൻ വരുന്നു, മോളെ റമളാൻ വരുന്നു എന്ന് റജബ് മാസത്തില്. നീ നാളെ കഴിഞ്ഞ മറ്റേന്നാ റമളാൻ വരിക. നിന്റെ വീടിന്റെ അകത്തിരിക്കണ ഒരു പേപ്പർ നീ എടുത്ത് കളഞ്ഞിട്ടുണ്ടോ? എത്ര പേരാ ഒരുങ്ങിയിട്ടുള്ള പുല്ല് പറിക്കണ്ടിറങ്ങി? അത് ശരീരം വനങ്ങും, അത് ഞാൻ പറയണില്ല. എന്നാ വീടിന്റെ അകത്തിരിക്കുന്ന ഏതെങ്കിലും ആവശ്യമില്ല TV ഓഫാക്കിയോ? എനിക്ക് TV എടുത്തുകൾ, അത് എറിഞ്ഞു പൊട്ടിക്കണം. അന്നേ നിങ്ങളുടെ കുടുംബത്തിൽ ബർക്കത്തിറങ്ങത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറയാ, ഉസ്താദെ സമാധാനമില്ല, എത്ര കിട്ടിക്കിട്ടും തികയുന്നില്ല, കച്ചവടമൊക്കെ തകർന്നുപോയി, മക്കൾ തമ്മി കിടന്ന് തല്ലുക, സമാധാനമില്ല. കന്നി മൂലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. കന്നി മൂലയ്ക്കല്ല കുഴപ്പം, കന്നി മൂലക്കല്ല. നിന്റെ വീട്ടിലിരിക്കണ ആ ചെയ്ത്താൻ പെട്ടി എടുത്ത് പുറത്തുകളാ. അന്നേ നിനക്ക് ബർക്കത്ത് കിട്ടത്തുള്ളൂ, സമാധാനം കിട്ടൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ലോകത്തെവിടെയെങ്കിലും പോയിട്ട് TV കാണുന്നത് അനുവദനീയമാക്കി എടുക്കാൻ പറ്റുമോ? സിനിമയും സീരിയലും കാണുന്നത് അനുവദനീയമാക്കി എടുക്കാൻ പറ്റുമോ? അറിയാത്ത ഏതെങ്കിലും ചോറുണ്ണുന്ന ഏത് മുസ്ലിമിനും അറിയാം അത് പാപമാണെന്ന്. അപ്പൊ നീ പറയും, ഉസ്താദെ ഞാൻ കാണുന്നില്ല. നീ നല്ലവനാ, നീ കാണുന്നില്ല, നീ കാണത്തൊന്നുമില്ല. അല്ലോ നീ അസറിന് പള്ളിയിൽ പോയാ മഗ്രിബ് നിസ്കരിച്ച് ഇശായി നിസ്കരിച്ചിട്ടാ വീട്ടിൽ വരുന്നേ.
പക്ഷെ വീട്ടിൽ വരുമ്പോൾ നിന്റെ പെണ്ണും പിള്ളയും മക്കളും ഇരുന്ന് കാണുന്നത് നീ കാണുന്നുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവൻ കള്ളുകുടിയനല്ല. നാളെ അള്ളാന്റെ കോടതിയിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവര് 3 വിഭാഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളുകുടിയനോ പലിശ തിന്നുന്നവനൊന്നും അല്ല, കാഫിറൊന്നും അല്ല. അള്ളാന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവൻ. അല്ല നോക്കൂല അവനെ, അല്ല നോക്കൂല വാപ്പ നിന്നെ. അല്ല നിന്നോട് യാതൊരു കരുണയും കാണിക്കില്ല. അതാരെന്നറിയുമോ? ഭാര്യയും മക്കളും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോ നിസാരമായി തള്ളിക്കളയുന്ന അല്ല നിനക്ക് തഴമ്പുണ്ടെങ്കിലും താടിയുണ്ടെങ്കിലും അല്ല നിന്നെ വെറുതെ വിടത്തില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇശായി നിസ്കരിച്ചിട്ട് വീട്ടിൽ പോകുമ്പോ ഇരിക്ക ആമിനാത്ത ഇങ്ങനെ ചന്ദനമഴയും കണ്ടുകൊണ്ട് പരസ്പരവും കണ്ടുകൊണ്ട്, വാ മോളെ അടുത്തിരി, നീ മിണ്ടാതെ പോവാ, നിന്നെ അല്ല വിടുവോ? നീ എത്ര തലകുത്തി കിടന്നാലും നിന്നെ റബ്ബ് വെറുതെ വിടത്തില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കിക്കേ. ബർക്കത്ത്. ചില വാപ്പാടെ കൈ പൊങ്ങത്തില്ല. വാപ്പായ്ക്ക് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. വാപ്പാ, ആ സാധനം ഇല്ലെങ്കിൽ എന്തൊക്കെ കിട്ടിയിട്ട് കാര്യമില്ല. ആ സാധനം ഇല്ലെങ്കിൽ എന്തൊക്കെ മനോഹരമായൊരു വീട് വെച്ചിട്ടുണ്ട്. എത്ര കോടി? 2 കോടി. അതിനകത്തിട്ടിരിക്കുന്ന ഗ്രാനൈറ്റ് എവിടുന്ന് കൊണ്ടുവന്നതാ? നേരെ ബാംഗ്ലൂര് പോയി കൊണ്ടുവന്നതാ. ഫർണിച്ചർ ചൈനയിൽ പോയി കൊണ്ടുവന്നിരിക്കുക അല്ലേ? ചെന്നൈ പോയിട്ട് അവിടുന്ന് നേരിട്ടിറക്കിയതാ. കത്തുന്ന കളർ ലൈറ്റുകൾ, കിടക്കാൻ AC റൂം, സഞ്ചരിക്കാൻ ലക്ഷങ്ങളുടെ വാഹനം, ഫ്രണ്ടിൽ ഗാർഡൻ, കാവൽക്കാരൻ, റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് തുറക്കുന്നതെല്ലാം, കൂടെ കിടക്കാൻ ഭാര്യ, മക്കള്. സമാധാനം ഉണ്ടോ? ഇത്രയും നീ എല്ലാം കോടികൾ ഉണ്ടാക്കി കോടികൾ കൊടുത്ത് വീട് വെച്ച സമാധാനം നിനക്ക് കിട്ടുന്നുണ്ടോ? കിട്ടൂല. നിനക്ക് സമാധാനം കിട്ടൂല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സഖന. ഖുർആൻ പറഞ്ഞത് വീട് സമാധാനം തരുന്ന ഒരിടമാണെന്നാ. നിനക്കുണ്ടോ? സമാധാനം എങ്ങനെ കിട്ടാനാ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. 4 കാര്യങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ട്. നിന്റെ വീട്ടിൽ ഉണ്ട്, AC ഉണ്ടോ? ഉണ്ട്. എല്ലാം ഉണ്ടല്ലോ. ഈ പറയുന്ന 4 സാധനം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ എന്ന് ചിന്തിക്ക്. ഉണ്ടെങ്കിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നോക്കുവോ? ഞാൻ പറയണ ഈ 4 സാധനം നിന്റെ കോടികൾ കൊടുത്ത വീടിനകത്തുണ്ടോ എന്ന് നോക്കുവോ? പറച്ചങ്ങാതിമാരെ നോക്കോ? ഒരു മടിയുള്ളത് പോലെ നോക്കോ? അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഹദീസിൽ കാണാം 4 കാര്യങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ട്. അള്ളാഹു ബർക്കത്തുള്ള ഭവനമാക്കി തരുമാറാകട്ടെ. ഒന്ന് അശ്ശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക. ആരുടെയെങ്കിലും വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനെ വളർത്തിയ? പറഞ്ഞു, എന്തിനെ വളർത്തിയ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഒരു ആട്ടുംകുട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈവക്കിക്കേ. എങ്ങനാ? ഒന്ന് കൈപൊക്കിക്കേ. ആടിന്റെ ഒരു ചെറിയ കുട്ടിയെങ്കിലും, ഒരു താത്തെങ്കിലും കൈപൊക്ക് ബർക്കത്തിന്. TV ഉണ്ടോ എല്ലാത്തിന്റെ വീട്ടിൽ? ഉണ്ടില്ലേ? ബർക്കത്തിന്. TV ഉള്ളവര് കൈവെക്കാൻ പറഞ്ഞാൽ പൊക്കണ്ടാട്ടാ, 2 കൈ വെക്കും. എനിക്കറിയാം. ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത്, ആട് ബർക്കത്തുള്ള ജീവിയാ. എല്ലാത്തിനെയും നിരോധിച്ചു. ആടിനെ നിരോധിച്ചോ? ഇല്ലല്ലോ. അതാ, ആട് ബർക്കത്തുള്ള ജീവിയാ. ആട് മേയ്ക്കാത്ത ഒരു പ്രവാചകനുമില്ല. എല്ലാവരും ആടിനെ മേച്ചവരാ. ആടിനെ മേച്ച ക്ഷമ കിട്ടുമെന്ന അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ വീട്ടിൽ ആടിനെ വളർത്തണം. 2 വദ്ദീഖു ഫിദ്ദാരി ഫീഹിന്ന ബറക. ആരുടെയെങ്കിലും വീട്ടിൽ കോഴിയെ വളർത്തണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുണ്ടാ? കോഴിയുണ്ടാ? പിന്നെ കോടികൾ കൊടുത്ത് ഞാൻ പണിതിട്ടിരിക്കണത് കോഴിക്കല്ലേ അല്ലേ? വീട്ടിൽ കോഴിയെ വളർത്തണം. കോഴി ബർക്കത്തുണ്ട ജീവിയ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കോഴിയെ വീട്ടിൽ വളർത്തണം. കോഴിയുടെ സ്വഭാവം കാണിക്കാതിരുന്നാൽ മതി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2 കോഴിയെ വളർത്തണം. 3 പെണ്ണുങ്ങളോട്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആട്ടുകല്ലുണ്ടോ? അതിനിവിടെ എന്താ പറയാന്നറിയില്ല എനിക്ക്. ചമ്മന്തി അരയ്ക്കണ സാധനം അല്ലുപ്പ, ഇങ്ങനെ ആക്കുന്ന സാധനം. അതന്നെ അരി പച്ചരി ആട്ടണ ഉണ്ടോപ്പാ? ആരുടെയെങ്കിലും വെട്ടിയുണ്ടോപ്പാ?
അത് പോയി, വന്ന വഴി മറന്നുപോയി. അതന്നെ, വന്ന വഴി മറന്നുപോയി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആരുടെ വീട്ടിലെ ആട്ടുകല്ലുള്ളത്? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതും ഇപ്പൊ കരണ്ടിന്റെ അപ്പ, അതും കരണ്ടിന്റെ അല്ലേ? അതിപ്പോ കരണ്ടിന്റെ. ആരുടെ വീട്ടിലാ ഉള്ളേ? ഓ ഉസ്താദെ, എന്റെ വാപ്പ പട്ടിണി കിടന്നിട്ടാ ഉസ്താദെ എന്നെ വളർത്തിയത്. പട്ടിണി കിടന്ന കഥയൊക്കെ പറയാൻ പറ്റും, നിനക്കിപ്പോ പറ്റുമോ? പറയാൻ ആരെ കൊണ്ടും പറ്റും മനുഷ്യ. ആരുടെ വീട്ടിലാ? എത്രയൊക്കെ വളർന്നാലും വന്ന വഴി മറന്നു പോകരുത്. അതാ ഹദീസ് പഠിപ്പിക്കണം. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആട്ടുകല്ലുണ്ടോ താത്താമാരെ? ഉണ്ടോ? ആ, ഇതാ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 4, ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കറിച്ചട്ടി അല്ലേ? ഉണ്ടോ? മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി. എന്തേ താത്താമാരെ, നിങ്ങൾക്കല്ലേ ചട്ടിയുടെ കാര്യം അറിയത്തുള്ളൂ? ആ, ചോറ് വെക്കുന്നത് കരണ്ടില്ല. ദമ്മ് ബിരിയാണി പകുതി വേവിച്ചിട്ട് പിന്നെ ഇതുപോലെ ഇപ്പൊ പെണ്ണുങ്ങൾ കരണ്ടി വെച്ച് ചോറങ്ങോട്ട് വെച്ച് പാത്രം അടച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വെന്തേത അവസ്ഥ. ഒരു ചട്ടി വീട്ടിൽ വാങ്ങി വെക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ വീട്ടിൽ AC ഉണ്ടോ, കളർ ലൈറ്റ് ഉണ്ടോ? അതിലല്ല. ബർക്കത്ത് വേണമെങ്കിൽ ഇവിടെ എവിടെ ഇപ്പൊ മാർക്കറ്റ് ഉള്ളത്? ചേറ്റുവ. രാവിലെ പോണം കേട്ടാ, നാളെ ഞായറാഴ്ചയല്ലേ, ഒന്ന് പോണം. ഒരാട്ടുംകുട്ടിയും വാങ്ങണം, 2 കോഴിക്കുഞ്ഞിനെയും വാങ്ങണം, ഒരാട്ടുകല്ലും കുറച്ച് ചട്ടിയും വാങ്ങി വീട്ടിൽ കൊണ്ടുവെക്ക്. ബർക്കത്തുണ്ടാകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, റമളാൻ വരുന്നതിന് മുമ്പേ ഒരുങ്ങണം. ഉമ്മ ഒരുങ്ങിയിട്ടുണ്ട്, നിന്റെ വാപ്പ ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ ഉമ്മായ്ക്കും വാപ്പായ്ക്കും ജനിച്ചിട്ട് നീ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്ന് ഒരുങ്ങണം. റമളാൻ എന്ന് പറയുന്ന അതിഥിയെ സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങിയേ പറ്റൂ. അല്ലാതെ റമളാൻ ഇങ്ങോട്ട് വന്ന് നോമ്പ് പിടിച്ചങ്ങ് ഒരുങ്ങാന്ന് വെച്ചാൽ പറ്റൂല. 2 എന്റെ പ്രിയമുള്ളവരെ, നാളെയാണോ ഇപ്പൊ സംശയത്തിന്റെ ദിവസം? മറ്റന്നാളാണോ? നാളെയാണോ? നാളെ രാത്രി അല്ലല്ലോ സംശയത്തിന്റെ ദിവസം. നാളെ രാത്രി സംശയത്തിന്റെ ദിവസം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ വീടിന്റെ വെളിയിലിറങ്ങിയിട്ട് ആകാശത്ത് പിറ കാണുന്നു എന്ന് നോക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് നീ ഇടയ്ക്കിടയ്ക്ക് ആകാശത്തേക്ക് നോക്കണം. 2 മാസമായിട്ട് ഞാൻ കാത്തിരുന്ന റമളാൻ വന്നു. നമ്മൾ അവിടെ അല്ല നോക്കണേ, ടിവിക്കകത്ത് നോക്കിയിരിക്കുക. വാർത്തക്കകത്ത് ഇങ്ങനെ വരുന്നുണ്ടോന്ന്. ചിലര് മൊബൈൽ എടുത്തു വെച്ചോണ്ടിരിക്കുക, ചിലര് പള്ളി വിളിച്ചു പറയണ കേട്ടോണ്ടിരിക്കുക. അങ്ങനല്ല വാപ്പാ. 2 കൊല്ലം 2 മാസമായി നീ കാത്തിരുന്ന അതിഥി വരുന്നുണ്ടോ എന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നീ ചോദിക്കും, നോക്കിയാ എന്ത് കിട്ടും? നോക്കിയാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, മൻ ഫരിഹ ശുഹ്റു റമളാൻ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവേ അതാ പരിശുദ്ധമായ റമളാൻ, കാത്തിരുന്ന റമളാൻ 2 മാസം ഓരോ വഖത്ത് നിസ്കാരം കഴിഞ്ഞപ്പോഴും അല്ലാഹുവിനോട് അതാ ദുആ ചെയ്ത റമളാൻ, കഴിഞ്ഞ 29-ാം രാവിന്റെ അന്ന് പടച്ചവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വന്തം ഉമ്മയുടെ മയ്യത്ത് വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങി പോകുമ്പോ, സ്വന്തം മക്കളുടെ ജനാസ വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ കൊണ്ടിറങ്ങുമ്പോൾ നെഞ്ചു പൊട്ടിയ വേദനയോട്, അതിനേക്കാളും വേദനയോട് കഴിഞ്ഞ കൊല്ലം 29-ാം രാവിനെ നീ പറഞ്ഞു വിട്ട റമളാൻ ഇനി ഒരിക്കൽ കൂടെ എനിക്ക് തരണേ എന്ന് നീ ദുആ ചെയ്തിരുന്ന അതിഥിയായ റമളാൻ, അത് നാളെ നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ സഹോദരാ, നീ സന്തോഷിച്ചാൽ ഹറമല്ലാഹു ജസദഹു അലന്നീറാൻ, നരകത്തിലിട്ട് അല്ലാഹു നിന്നെ കരിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇശാഇന്റെ സമയമാകുമ്പോ ഇറങ്ങി വെളിയെ നോക്കണം. പടച്ചവനെ ഉണ്ടോ? ഒരു വട്ടമെങ്കിലും ഒന്ന് ഇറങ്ങി നോക്ക്, ഒരു വട്ടമെങ്കിലും നോക്ക്. കഴിഞ്ഞ 29-ാം രാവിന് പറഞ്ഞു വിട്ട ആ റമളാൻ അടുത്ത കൊല്ലവും എനിക്ക് തരണേ എന്ന് നീ ദുആ ചെയ്ത റമളാൻ, അത് വരുമ്പോ എന്റെ സഹോദര നീ സന്തോഷിച്ചാൽ, ആ സന്തോഷത്തോടു കൂടി നീ സ്വീകരിച്ചാൽ അല്ലാഹു നരകത്തിൽ നിന്ന് നിന്നെ കരകയറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. 3, എവിടെ ഇരിക്കണം?
എവിടെയായിരിക്കേണ്ടത്? നാളത്തെ ദിവസം പ്രവാചകൻ പറഞ്ഞു, പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ അർശും കുറുശും ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അള്ളാഹു അവിടുന്ന് പറയുമത്രേ, നിങ്ങൾക്ക് അനുഗ്രഹം വന്നു, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി ഈ ഉമ്മത്തിനോട്, മുത്തുനബിയുടെ സമുദായത്തിനോട് ലോകത്തുള്ള മണൽത്തരികൾ വരെ നാളെ നമ്മളോട് വിളിച്ചു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നാല് നിസ്കാരപ്പായിലിരിക്കണം. നാളെ റമളാൻ ഇറങ്ങി വരുമ്പോ എവിടായിരിക്കണ്ടേ? നിസ്കാരപ്പായില്. ഇറങ്ങി പിറ നോക്കണം, ഇറങ്ങി പിറ വന്നോ നോക്കണം, എന്നിട്ട് നീ കയറി നിസ്കാരപ്പായിലിരിക്കണം. അല്ലാതെ കടത്തിണ്ണയിലല്ല, പള്ളിമിറ്റത്തല്ല, എവിടെങ്കിലുമല്ല, വീടിന്റെ അകത്തല്ല, നിസ്കാരപ്പായിലിരിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുകയാണ്, നാളെ അള്ളാഹുവേ വിശുദ്ധമായ റമളാനിന്റെ ഒന്നാമത്തെ രാവ് അത് നാളത്തെ മാത്രം പ്രത്യേകതയാണ്. അത് നാളെ മാത്രമേ ഉള്ളൂ. റമളാനിന്റെ ഒന്നാമത്തെ രാവുണ്ടല്ലോ, ആ റമളാൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ അള്ളാഹു ഭൂമിയിലേക്ക് നോക്കുകയാണ്. പടച്ചവന്റെ കരുണയുടെ നോട്ടം, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഈ ഭൂമിയിലേക്ക് അള്ളാഹു നോക്കുകയാ. ആ നോട്ടം നിന്റെ മുഖത്തെത്തിയാൽ ലം യുഅസിബുഹു അബദാ, അള്ളാഹു നിന്നെ ഒരിക്കലും ശിക്ഷിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാളെ റമളാൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ അള്ളാഹു ഭൂമിയിലേക്ക് നോക്കും. ആ സമയത്ത് നീ എവിടെ ഉണ്ടാകണം? കടത്തിണ്ണയിൽ ഇരുന്നാ കിട്ടുമോ? കടത്തിണ്ണയിലിരുന്ന, ടിവിയുടെ മുന്നിലിരുന്ന, മൊബൈൽ കുത്തിക്കൊണ്ടിരുന്ന, പള്ളിമിറ്റത്തിരുന്നാ കിട്ടുവോ? നിസ്കാരപ്പായിൽ നീ ഇങ്ങനെ കാത്തിരിക്കണം. അല്ലാഹുവേ റമളാൻ വന്നു റബ്ബേ, പിറ കണ്ടു റബ്ബേ, കാത്തിരുന്ന് റമളാൻ വന്നു റബ്ബേ, അൽഹംദുലില്ലാഹ്. ശുക്റിന്റെ സുജൂദിലേക്ക് അങ്ങ് വീഴണം. ഒരൊറ്റ സുജൂദ്. അല്ലാഹു നോക്കും നിന്റെ മുഖത്ത്. മോനെ നോക്കിയാൽ ലം യുഅദ്ദിബുഹു അബദാ, പിന്നെ ഒരിക്കലും അല്ലാഹു നിന്നെ ശിക്ഷിക്കില്ല. നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാ. അല്ലാഹു ആ നോട്ടം കിട്ടുന്നവരിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് നാളത്തെ ദിവസത്തിന് മാത്രമുള്ള പ്രത്യേകതയാ. അത് റമളാനിന്റെ ഒന്നാമത്തെ രാവിനുള്ള പ്രത്യേകതയാ. ലക്ഷക്കണക്കിന് പേരാ നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ പോണേ ഒറ്റ ദിവസം. 27-ാം രാവിന് മാത്രമല്ല, നാളത്തെ 2 ദിവസം നമ്മൾ മറക്കും. 2 ദിവസം നമ്മൾ മറക്കും. ഒന്ന് റമളാനിന്റെ ഒന്നാമത്തെ രാവ്. എടാ തറാവി ഉണ്ടോ? ഉണ്ടെങ്കിൽ പോയി നിസ്കരിക്കും. അതല്ല, റമളാനിന്റെ ഒന്നാമത്തെ രാവ് നമ്മൾ മറക്കും. 29-ാം രാവ് ഇറച്ചി വാങ്ങാൻ നടക്കുക. നാളെ പെരുന്നാളല്ലേ, ഇറച്ചി വാങ്ങാൻ മഗ്‌രിബ് കഴിയുമ്പോ ഇറങ്ങും. 29-ാം രാവിന്റെ അന്ന് നാളെ പെരുന്നാള്. എല്ലായിടത്തും ഇറച്ചി വെട്ടി നടക്ക വാങ്ങാൻ. പടച്ചവനെ തുണിക്കടകൾ കയറി ഇറക്കുക. പിറ്റേ ദിവസം രാവിലെ ഇടാനുള്ള അടിവസ്ത്രം വാങ്ങാൻ അല്ലേ? എടാ അന്നാടാ അല്ലാഹു പ്രതിഫലം കൊടുക്കണേ. അന്ന ശമ്പളം, ജോലി ചെയ്തതിന്റെ ശമ്പളം കൊടുക്കുന്നത് 29-ാം രാവിനാ. ശമ്പളം വാങ്ങാൻ നീ ഇല്ലെങ്കിൽ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ദിവസം നമ്മൾ പാഴാക്കരുത്. നാളെ നമുക്ക് രക്ഷപ്പെടാനുള്ള ദിവസമാ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, ഒരു ദിവസം മരിക്കില്ലേ? ഒരു ദിവസം മരിക്കില്ലേ? മരണത്തിന്റെ വേദന നിനക്കറിയോ? മരണത്തിന്റെ വേദന നിനക്കറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 70 മുതൽ 70,000 വരെ 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യമായിട്ടാ റൂഹ് പിടിക്കാൻ അസ്റായിൽ വരുന്നത്. ഒന്ന് കാണണം. 70,000 പേരെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? ഇന്ന് വരെ കണ്ടിട്ടുണ്ടാ? 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യവുമായിട്ട് മലക്കുൽ മൗത്തും തന്റെ അനുയായികളും ഇറങ്ങി വരുന്ന രംഗങ്ങട്ട് കാണുമ്പോഴേ പൂച്ചക്കുഞ്ഞ് കിടക്കണ പോലെ നീ പിടഞ്ഞ് താഴെ വീഴും. നീ പെടഞ്ഞങ്ങോട്ട് താഴെ വീഴും. കാണും മനുഷ്യ മലക്കിനെ. അള്ളയല്ലേ പറഞ്ഞ കാണൂന്ന്? അള്ളയല്ലേ? ഈ കണ്ണുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിന്റെ മലക്കുകളെ കാണും. അങ്ങോട്ട് ഇറങ്ങി വരും. ചുറ്റുഭാഗത്ത് അങ്ങോട്ട് നിൽക്കും. കൊണ്ടുപോകാൻ പോവാടാ, നിന്നെ കൊണ്ടുപോകാൻ വന്നതാടാ, നിന്നെ കൊണ്ടുപോകാൻ വന്നതാ അല്ലേ? അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകൾ പറയും, വിളി. ടിക്ടോക്ക് ഇട്ടിട്ട് ഷെയർ തെണ്ടിയവരെയൊക്കെ വിളി. ഇപ്പൊ ടിക്ടോക്കിന്റെ കാലം. ടിക്ടോക്ക് കിളവി പള്ളിക്കുഴി പോകാറായ ഉമ്മമാര് വരെ ടിക്ടോക്ക് ഇടുന്ന കാലം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേപ്പ ഇഷ്ടപ്പെട്ടില്ലേ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിരോധിച്ചപ്പോ അവർക്കായിരുന്നു വേദന.
പള്ളിക്ക് മോൻ ചെയ്യുന്നു. എടാ, ചെറുപ്പക്കാരൻ ചെയ്യുന്നതിലൊരർത്ഥമുണ്ട്. 10, 15, 18, 20, 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ചെയ്താൽ പറയാ അവന് വിവരമായില്ല, അവൻ കുട്ടിയല്ലേ, അവന് ബോധമായില്ല. ഈ 40 തികഞ്ഞ തള്ളക്കിനി എന്നാ ബോധം ഉണ്ടാവുന്നേ? 40 വയസ്സ് നിസ്സാരമാണോ? 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരൊന്ന് കൈപൊക്കിക്കേ. പെണ്ണ് കെട്ടിക്കാനൊന്നും അല്ല, പൊക്കിക്കോ. നിറഞ്ഞു നിൽക്കാ, വെട്ടാൻ നിർത്തിയിരിക്കാ നിങ്ങളെയൊക്കെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 40 വയസ്സ് കഴിഞ്ഞാൽ, 40 വയസ്സായി കഴിഞ്ഞാൽ ചെയ്യുന്ന തെറ്റിന് ഇരട്ടി ശിക്ഷയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 39 വയസ്സുള്ളവൻ അറിയാം അവന് പക്വതയായില്ല. പക്ഷെ 40 പക്വതയായി വാപ്പ. 40 നന്നാകാത്തവനെ നിന്റെ കാര്യം പോക്ക. നീ ഖുർആനിലെ ഒരായത്ത് ഓതിയിട്ട് മരണത്തിനെ കാത്തിരിക്കണമെന്ന. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ 40 അല്ല 45 തികഞ്ഞിട്ട് ടിക്ടോക്കിനകത്ത ഷെയർ. എത്ര പേര് കമന്റ് അടിച്ചു, എത്ര പേര് ലൈക്ക് തന്നു, എത്ര പേര് ഷെയർ ചെയ്തു, ഇതൊക്കെയാ ഇപ്പൊ നോക്കുന്നേ. എങ്കില് മോളെ, ഇന്ന് നിന്നോട് ഇതൊക്കെ പറഞ്ഞ നിനക്ക് നമ്മളെ മരിച്ചുപോയ വാപ്പാനെ പോലും കബറി വിടത്തില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തന്തയ്ക്ക് വിളിക്കും. കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോ ഈ നിങ്ങളൊന്നും പറയാൻ പാടില്ല. ഇന്ന് എന്ത് തെറ്റി ഈ അടുത്ത് പറഞ്ഞോ, എന്നൊക്കെ മുസ്ലിമാണോപ്പാ, പെണ്ണുങ്ങൾ ശരീരം മറക്കണമെന്ന് ഇസ്ലാമി പറഞ്ഞിട്ടുണ്ടോന്ന് അവന് മനസ്സിലാവും അള്ളാന്റെ മുന്നിൽ ചെല്ലുമ്പോ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഒരത്തന്മാര് കയറിയിരുന്നിട്ട് പറയാ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അള്ളാന്റെ ദീനിന്റെ മുകളിൽ കൈവക്ക, ശരീരം മറക്ക, ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ മനസ്സിലാവുന്ന ഒരു സമയമുണ്ട്. ഇപ്പൊ ഇങ്ങനെ നടക്ക. ഇന്ന് ആളുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, വിളിക്കാൻ ആളുകളുണ്ട്, കൂടെ നടക്കാൻ ആളുകളുണ്ട്. പക്ഷെ അള്ളാഹ് പറഞ്ഞടാ, എവിടെ പോയാലും എന്റെ മുന്നിൽ ഒരു ദിവസം വരും. ഇത് അള്ളയല്ലേ പറഞ്ഞേ? നീ എവിടെ പോയാലും എടാ ഒരു ദിവസം ഓന്തോടി എവിടെ വരെ ഓടും? ഒരു പരിധിയില്ലേ? പഴഞ്ചൊല്ലി വെറുതെ പറഞ്ഞല്ല. നീ പോയ എവിടെ വരെ പോകും? എത്ര ഓടിയാലും അവസാനം എന്റെ മുന്നിൽ നിന്നെ വലിച്ചു കീറി കൊണ്ടുവന്ന് നിർത്തൂടാ ഒരു ദിവസം. താത്താമാരെ, റൂഹ് പിടിക്കാൻ മലക്കുകൾ വന്നിട്ട് പറയും, വിളിക്കടി എല്ലാത്തിനെയും, എല്ലാമാരെയും വിളിച്ചോ. കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാക് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദി മലക്കുകൾ പറയാ, വിളി. ലൈക്കിട്ടവനും ഷെയറിട്ടവൻ എല്ലാമാരെയും വിളിച്ചോ. കൊണ്ട് വലിച്ചു കീറാൻ പോവാ. അവിടെ കയ്യിലിരിക്കണ ചാട്ടവാറ് കൊണ്ട് തല്ലി ചതച്ച് നിന്റെ ആത്മാവിനെ വലിച്ചു പറിക്കുന്ന രംഗം. കിടന്നു മൂത്ര ഒഴിക്കും നീയൊക്കെ. ആ കിടന്നിട്ട് മലമൂത്ര വിസർജനം നടത്തും. വായിലൂടെ പതയും നൊരയും ഒലിപ്പിച്ച് കണ്ണ് തള്ളി നിന്നെ കാണാൻ വരുന്നവര് പോലും നിന്റെ മുഖത്ത് നോക്കാൻ പേടിക്കുന്ന ഒരു മരണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സാധാരണ ആൾക്കാരോട് കളിക്കണ പോലെ അള്ളാഹിനോട് കളിക്കരുത്. അള്ളാഹിനോട് കളിച്ച 8ന്റെ പണി റബ്ബ് തരും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മരിക്കണ്ടേ വാപ്പ? ആ സമയത്തല്ലേ ആ റൂഹിങ്ങനെ പടച്ചവനെ കാലിന്റെ തള്ളവൽ നിന്ന് ഒരു വിഭാഗം മുട്ടുവരെ, രണ്ടാമത്തെ വിഭാഗം മരവരെ, മൂന്നാമത്തെ വിഭാഗം നെഞ്ചുവരെ, നാലാമത്തെ വിഭാഗം ഈ തൊണ്ടക്കുടി വരെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഈ 70,000 മലക്കുകളും എന്റെയും നിങ്ങളുടെയും കയ്യും കാലും ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ്. അനങ്ങൂല്ല മനുഷ്യ. എവിടെ ഓടാനാടാ? പെങ്ങള് പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്. പറയല്ലേ ഉമ്മ, അതൊന്നുമല്ല മരണവേദന. നിന്നെ 2 നേഴ്സും 1 ഡോക്ടറും പ്രസവിച്ചപ്പോൾ പിടിച്ചെങ്കില് 70,000 മലക്കുകൾ നിന്റെയും നിങ്ങളുടെയും കൈകാല് പിടിച്ചു വെക്കണമെങ്കില് അല്ലാഹുവേ, ആ സമയത്ത് തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ പറയണ്ടേ ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അപ്പോഴല്ലേ പറയേണ്ടത്, അപ്പോഴല്ലേ പറയേണ്ടത്, അതിനല്ലേ കഷ്ടപ്പെടേണ്ടത്, അതിനല്ലേ പരിശ്രമിക്കേണ്ടത്. മുത്തുനബി എവിടെന്ന് പറഞ്ഞു സ്വഹാബ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവന് സ്വർഗ്ഗത്തിന്റെ അവകാശിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഉസ്താദേ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലാണ്, റമളാൻ മാസത്തിലാണ്. പല ചെറുപ്പക്കാരും പറയും ഉസ്താദേ എന്റെ ഉപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദേ. ചില മക്കള് പറയാറുണ്ട്, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ, എന്റെ ഉമ്മ മരിച്ചത് റമളാൻ 17-ന്. ഉസ്താദേ സംസം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു, എന്റെ ഉമ്മ കുടിച്ചു, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞങ്ങൾ കേൾക്ക പറഞ്ഞിട്ട് മരിച്ചു ഉസ്താദേ. പറഞ്ഞുകൊണ്ട് നടക്കുന്ന മക്കളുണ്ട്. ഉമ്മ വെള്ളിയാഴ്ച രാവിലെ മരിച്ചാൽ നിനക്ക് എന്നാ കിട്ടാനാടാ ചങ്ങാതി? വാപ്പ മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ചാൽ നിനക്ക് വല്ലതും കിട്ടോ? എന്തേപ്പം ഉണ്ടായിരിക്കണ? കിട്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടോ? ഒന്നും കിട്ടൂല. ആർക്ക് കിട്ടും? വാപ്പ രക്ഷപ്പെട്ടു. എന്റെ വാപ്പ വെള്ളിയാഴ്ച രാവി മരിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടത്തില്ല. എന്റെ വാപ്പ പോയത് നല്ലതുപോലെ ശഅബാൻ 25-ന് ഖബറിന്റെ അകത്തിടുന്ന ആ മനുഷ്യൻ പൊളിക്കുമായിരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു പേടിയില്ല. എന്റെ ഉപ്പാനെ സംബന്ധിച്ച് എനിക്ക് പേടിയൊന്നുമില്ല. കാരണം എന്തേ, ഞങ്ങളുടെ ഉപ്പ ഭാഗ്യവാനാ. 6-8 മക്കളുണ്ടായിരുന്നു ആ സാധുവിന്. കൂലിപ്പണിക്കാരൻ, ആ മേശിരി പണിക്ക് നടന്ന ആളാ. ആ 8 മക്കൾ, 6 ആണും 2 പെണ്ണും. 6 എണ്ണത്തിനെയും കൊണ്ടുപോയി ഉസ്താദന്മാരാക്കി കളഞ്ഞു. അതിൽ കൂടുതലൊന്നും അയാൾക്ക് വേണ്ടല്ലോ. അള്ളാഹു കൊടുത്ത 6 എണ്ണത്തിനെ കൊണ്ടുപോയി ഇൽമ പഠിപ്പിച്ചു. ഇപ്പൊ 6 പള്ളിയിലെ ഖതീബന്മാരാ, ഹാഫിളീങ്ങള്. എന്നാ വേണ്ടത്? അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഇത് പറഞ്ഞിട്ട് എനിക്ക് വല്ലതും കിട്ടുമോ? ഇല്ല. എനിക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ആ വാപ്പ പോയതിനെക്കാളും നല്ലതുപോലെ പോകണം. വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലല്ല, ശഅബാൻ 25-ലാ. ഞാൻ റമളാനിലെ വെള്ളിയാഴ്ച മരിക്കണം. അപ്പോഴാ ഞാൻ ആ വാപ്പാടെ മകനാകുന്നത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തപ്പാ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത് മരിക്കാൻ പേടി എന്തേ? എവിടെ വെച്ച് ചെങ്ങ ഇങ്ങോട്ട് നിൽക്ക്. ഈ അടുത്ത് ന്യൂസിലാൻഡിൽ ഒരു പള്ളിക്കകത്ത് കയറിയിട്ട് ജുമായ്ക്ക് കയറിയ 49 പേരെ വെടിവെച്ച് കൊന്നു. വായിച്ചില്ലേ? ജുമായുടെ സമയത്ത് കയറി 49 പേരെ വെടിവെച്ച് കൊന്നു. അപ്പൊ അസറിന് പള്ളിയുടെ മുന്നിൽ നിന്നപ്പോ ഒരാള് വന്നിട്ട് പറയാ, 49 പേരെ ജുമായ്ക്ക് പള്ളി കയറിയ 49 പേരെ ഒരുത്തൻ കയറിയിട്ട് വളരെ ക്രൂരമായി നിഷ്ഠൂരമായി വെടിവെച്ച് കൊന്നെന്ന്. അപ്പൊ ഒരു വാപ്പ പറഞ്ഞ എന്തെന്നറിയോ? അവൻ ഇങ്ങോട്ടെങ്ങും വന്നില്ലല്ലോ എന്ന്. എന്താ പറഞ്ഞേ? അവൻ ഇവിടുത്തെ പള്ളിയിലെങ്ങും വന്നില്ലല്ലോ എന്ന്. കാരണം എന്തേ? അള്ളാഹു ചിന്തിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ വാപ്പ പറഞ്ഞത് അവൻ ഇവിടത്തെ പള്ളി വരാൻ തോന്നിയില്ലല്ലോ എന്ന്. കാരണം എന്തേ? എടാ, പള്ളിക്കകത്ത് നിസ്കരിക്കാൻ കയറിയവനെ വെടിവെച്ച് വന്ന് അവിടെ കടന്ന് മരിച്ച ഷഹീദിന്റെ കൂലിയാ. അത് വാങ്ങാൻ പറ്റുമോ നമുക്ക്? ഷഹീദിന്റെ കൂലി 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യം. എടാ, നട റോഡി കടന്ന് വെട്ടുകൊണ്ട് മരിച്ചാലും ആ വെട്ടുന്നവന്റെ മുഖത്ത് നോക്കി ചിരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടെ കിടന്ന് മരിച്ചാലും നല്ലതുപോലെ മരിച്ചാൽ മതി. അതിനു വേണ്ടി ജീവിക്കും. എവിടെ ആണെങ്കിലും നമുക്ക് എന്തിനെ പതിതൊക്കെ നോക്കണേ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അല്ലാതെ എന്തായാലും ഒരു ദിവസം അസ്രായിൽ വരുമ്പോ കടന്നിട്ട് നെഞ്ചത്തടിച്ചിട്ട് എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് കരയാനൊന്നും നിൽക്കരുത്. ഹദീസിന്റെ കിതാബിൽ കാണാം, ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ അസ്രായിൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. എന്നിട്ട് ഈ മനുഷ്യനോട് പറഞ്ഞു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ, ആഗ്രഹം സാധിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാവൂന്ന് അള്ള പ്രത്യേകം പറഞ്ഞു വിട്ടതാ. ഈ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 40 കൊല്ലമായിട്ട് ഞാൻ നിന്നെ കാത്തിരിക്കുക, എനിക്കൊരാഗ്രഹമില്ല, പിടിച്ചോളാം. 40 വർഷമായിട്ട് നിന്നെ കാത്തിരിക്കുക അസ്രായിലെ ഞാൻ, എനിക്കൊരാഗ്രഹമില്ല, കൊണ്ടുപോ, എന്നെ കൊണ്ടു പറ മനുഷ്യ. വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ, അല്ല പറഞ്ഞല്ലേ. നിനക്കത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാം, 2ാമത്തെ റക്അത്തിന്റെ സുജൂദി കിടക്കുമ്പോൾ പിടിച്ചോളാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളാണ് എന്ത് പറയും? അല്ലോ മോളെ കെട്ടിക്കണം, ഭാര്യ ഒറ്റയ്ക്കായി പോകും, എൻ്റെ ബിസിനസ്, എൻ്റെ വീട്. ഒരു സെക്കൻഡ് പിന്തത്തില്ല വാപ്പ. അപ്പൊ പോകുമ്പോ നല്ലതുപോലെ പോകണം, ഇസ്സത്തോടെ, അഭിമാനത്തോടെ. എടാ ചെറുപ്പക്കാരാ, ചുമ്മാ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ നിങ്ങളൊക്കെ ഭയങ്കര രക്തത്തിളുപ്പ് കാണിക്കുമല്ലോ. ഞാൻ പറയണത് വേണം, രക്തത്തിളപ്പൊക്കെ വേണം. എന്തിനെന്നറിയുമോ? അന്തല്ലദീ വലദതു ഉമ്മുക ബാക്കിയാ
വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഇങ്ങോട്ട് പറഞ്ഞ അവനെ വീട് കയറി അടിക്കണം, രാഷ്ട്രീയക്കാരന് വേണ്ടി അവന് വേണ്ടി ഇവന് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്നു. എടാ, നിനക്ക് നട്ടലുണ്ടെങ്കിൽ, നീ ആണാണെങ്കിൽ, നിനക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ നീ പ്രതികാരം ചെയ്യ. ആരോടെന്നറിയോ? നിന്റെ ഉമ്മ എപ്പോഴും പറയും പ്രസവ വേദന മരണവേദനയാണ്. എല്ലാ ഉമ്മമാരും പറയും മരണവേദനയുടെ വേദനയും നൊന്താ പ്രസവിച്ചെന്ന്. ഞാൻ പ്രസവിക്കാത്തതുകൊണ്ട് എനിക്ക് ആ വേദനയെക്കുറിച്ച് അറിയില്ല. പക്ഷെ പ്രസവിച്ച ഉമ്മാനോട് ഞാൻ ചോദിക്കട്ടെ, ഉമ്മ, നീ എത്ര വേദന സഹിച്ചു പ്രസവിച്ചവളാണെങ്കിലും നിന്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് കണ്ടപ്പോ നിങ്ങളൊക്കെ ചിരിച്ചില്ലേ? ചിരിച്ചോ? നമ്മളൊക്കെ നമ്മുടെ വാപ്പ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഉമ്മായി കെറ്റി കിടത്തിയിരിക്ക, വാപ്പ വെളിയിൽ കിടന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹ് കരയാ, പടച്ചോൻ എന്റെ മോനെ കിട്ടണേ അല്ല, വാപ്പ കരഞ്ഞോണ്ടിരിക്ക. അപ്പോഴാ നേഴ്സ് ഇങ്ങനെ ഒരു തുണിക്കകത്ത് കൊണ്ടുവന്നിട്ട് ദാ ആൺകുഞ്ഞാ കണ്ടോ ഇങ്ങനെ കാണിച്ചു തന്നപ്പോ അതുവരെ കരഞ്ഞോണ്ടിരുന്ന വാപ്പ നമ്മളെ നോക്കി ചിരിച്ചു. എന്നാ നമ്മൾ എന്താ ചെയ്തേ? നമ്മുടെ ഉമ്മ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു, വാപ്പയും മുഖത്ത് നോക്കി ചിരിച്ചു. പക്ഷെ അപ്പ നമ്മൾ കരയായിരുന്നു. നമ്മൾ കരഞ്ഞപ്പോ ഉമ്മ പാല് തന്നപ്പോഴും ചിരിച്ചോണ്ടാ തന്നെ. കരയുന്ന നമ്മളെ എടുത്തിട്ട് ചിരിക്കണ മുഖത്തോടെ വാപ്പ മോനെ മോനെ എന്ന് പറഞ്ഞ് നമ്മളപ്പം കരയുകയായിരുന്നു. അതുകൊണ്ട് കവി പറയുകയാ, നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് നീ പകരം വിട്ടണം. അന്തല്ലദീ വലദതു ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് നീ പകരം വീട്ടണം. എങ്ങനെ? തല്ലി പുറത്താക്കിയിട്ടല്ല. എടാ, ഞാൻ കരഞ്ഞപ്പോ ചിരിച്ചെന്ന് പറഞ്ഞു ഉമ്മാടെ കഴുത്തി പിടിച്ച് വൃദ്ധസദനത്തിൽ കൊണ്ടിട്ടിട്ടല്ല. എങ്ങനെ പകരം വിട്ടണം? വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറ. വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് വീടിന്റെ അകത്തിങ്ങനെ കടത്തും. അന്ന് ഉമ്മ കരയും, വാപ്പ കരയും, കൂടപ്പറപ്പ് കരയും, നാട്ടുകാര് കരയും, കുടുംബക്കാര് കരയും. അന്ന് മുഖത്തിട്ടിരിക്കുന്ന തുണി ഉയർത്തുമ്പോ കൊച്ചുകുട്ടികൾ ഒളിച്ചിരുന്നിട്ട് കണ്ടുപിടിക്കുമ്പോ ചിരിക്കുന്നത് പോലെ ചിരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറ്റുമോ നിന്നെ കൊണ്ട്? നിനക്ക് പറ്റുമെങ്കിൽ എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ നഫ്സിനോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, മരിക്കുമ്പോ ചിരിച്ചുകൊണ്ട് കിടക്കണം. നിന്നെ കുറിച്ച് അപരാധം പറഞ്ഞവൻ, പരിഹസിച്ചവൻ, നാണം കെടുത്തിയവൻ, നീ മരിച്ചു കിടക്കുമ്പോ എല്ലാരും പോകുന്നു, ഞാൻ പോയില്ലെങ്കിൽ എന്ത് കരുതും? അവനും കാണാൻ വരും. വരി വരിയായി നിന്നിട്ട് അവസാനം നിന്റെ ജനാസയുടെ മുന്നിൽ വന്ന് മുഖത്തിട്ടിരിക്കുന്ന തുണി ഉയർത്തി നോക്കുമ്പോ അവൻ പോലും നിന്നെ കുറിച്ച് ജീവിച്ചിരുന്ന കാലത്ത് ആവശ്യമില്ലാത്തത് മുഴുവനും പറഞ്ഞവൻ അവിടെ നിന്നുകൊണ്ട് പറയും, അല്ലാഹുവേ, എനിക്കും ഇങ്ങനെ ഒരു മരണം. നിന്റെ ചിരിക്കുന്ന മുഖം കാണുമ്പോ മയ്യത്ത് വീട്ടിലേക്ക് കയറുമ്പോഴും വരിക്ക് നിന്നവനോട് നിന്നെ കുറിച്ച് കുറ്റം പറഞ്ഞവൻ ഇറങ്ങി വരുമ്പോ പറയണം, മരിച്ച സിറാജ് മരിച്ചതുപോലെ മരിക്കണം. അവന്റെ മുഖത്തെ പ്രകാശം കണ്ടോ? അവന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടോ? ചിരിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടോ? അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നാളെ കഴിഞ്ഞ റമളാന, ആ അനുഗ്രഹങ്ങളുടെ പൂക്കാലം നമ്മളിലേക്ക് കടന്നു വരുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനെ സ്വീകരിക്കണം. വെറുതെ നടന്നാ പോരാ, അതിനുവേണ്ടി മനസ്സും ശരീരവും ശുദ്ധമാക്കി ഒരുങ്ങണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അവിടെ നിന്ന് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ഖുർആനിലെ ഒരു സൂറത്തോത്. സ്വഹാബികൾ ഖുർആനിലെ ഒരു സൂറത്തോതി. അള്ളാഹുവിന്റെ റസൂല് കരഞ്ഞു, മുത്തുനബി കരഞ്ഞു. സ്വഹാബികൾ പ്രവാചകൻ കരയുന്നത് കണ്ടപ്പോ കൂടെ കരഞ്ഞു. ഓതി കഴിഞ്ഞ കരയാത്തവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തെ? ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, രണ്ടാമതും ആ സൂറത്തോതാൻ. രണ്ടാമതും സ്വഹാബികൾ ഓതി. മുത്തുനബി കരഞ്ഞു, സ്വഹാബികളും കരഞ്ഞു. കരയാത്തവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയെ. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ കരയണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, സഹാബാ,
ഈ സൂറത്ത് ഓതുമ്പോൾ കരയണേ സഹാബ. ഈ സൂറത്ത് ഓതുമ്പോൾ നിങ്ങൾ കരയണേ. നിങ്ങൾക്ക് കരച്ചല് വരുന്നില്ലെങ്കിൽ നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒന്നുകിൽ ഈ സൂറത്ത് ഓതുമ്പോൾ നിങ്ങൾ കരയണം. കരച്ചല് വരുന്നില്ലേ നിങ്ങൾ അഭിനയിക്കണോ. കരയുന്നവരെ പോലെ നിങ്ങൾ അഭിനയിക്കണോ. അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കരയാൻ ഭാഗ്യം തരുമാറാകട്ടെ. കറക്റ്റ് 10 മണിയായി. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാ. ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 5 6 വരി മാത്രമുള്ള ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണോന്ന് ഞാൻ പറയണില്ല, അഭിനയിച്ചാൽ മതി. കരയാൻ നമ്മളെ കൊണ്ട് കഴിയണമെന്നില്ല. അഭിനയിച്ച് മരിക്കുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരു ദിവസം ഈ സൂറത്ത് ഓതുമ്പോൾ നിന്റെ കണ്ണ് നിറയും. അത് മതി സ്വർഗം കിട്ടാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ സൂറത്ത് ഓതി പഠിച്ച് അള്ളാഹുവെ നമുക്ക് റബ്ബിന്റെ മുന്നിൽ തൗബ ചെയ്തിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ഇവർ വിളിക്കുവാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു ആയുസ് തന്ന ബാക്കി നമുക്ക് പഠിക്കാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു യജമാനനും നമ്മളാരാ? അല്ലാഹ് യജമാനൻ, നമ്മളാരാ? അടിമകള്. യജമാനന്റെ മുന്നിൽ അടിമ നിൽക്കണോ ഇരിക്കണോ? യജമാനന്റെ മുന്നിൽ അടിമ നിൽക്കണോ ഇരിക്കണോ? പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് സാറേ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സാറേ എവനെയെങ്കിലും വിളിക്കുന്നല്ലോടാ. എടാ, നമ്മളെ പടച്ച അള്ളാന്റെ മുന്നിൽ അടിമകൾ യാചിക്കാൻ നിൽക്കുന്നവനെ പോലെ നിൽക്കണം. അതുകൊണ്ട് വാ, നിൽക്കാം, വാ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് കയറിക്കോ, ദുആ ചെയ്യാം. എല്ലാവരും വാ. താത്തമാരൊക്കെ എഴുന്നേറ്റ് ബിസ്മില്ലാ. എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങോട്ട് വാ. പുറത്ത് നിൽക്കുന്ന ചങ്ങാതിമാരോട്, മക്കളെ ഒന്നീ സ്വർഗത്തിൽ കയറ്, അല്ലെങ്കിൽ വണ്ടി എടുത്തോണ്ട് വീട്ടിൽ പോ. പാപ്പായും ഉമ്മായും ഭാര്യയും മക്കളൊക്കെ കാത്തു നിൽപ്പുണ്ട്, പൊക്കരെ. അവിടെ നിന്ന് ആമീൻ പറയണ്ട. ഒന്നീ സ്വർഗത്തിൽ കയറി പറ, അല്ലെങ്കിൽ മാറിപ്പൊക്കോ. അൽഹംദുലില്ലാ. ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും. പറയാപ്പോ, സൂറത്ത് പറയാതെ പോ. ആ ചെറുപ്പക്കാരോട് ഒന്നീ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി, അല്ലെങ്കിൽ മാറി നിൽക്കുക. ആ കരുണയെങ്കിലും കാണിക്കുക. കാരണം നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും പറയാം. ഇന്ന് അങ്ങോട്ട് ഒന്ന് മാറി നിന്നാൽ മതി, വേറെ ഒന്നുമില്ല. അൽഹംദുലില്ലാ. മോനെ വയറിലങ്ങ് ഇങ്ങോട്ട് വാ. അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു. നിങ്ങൾ ഇവിടെ റമദാന് കിറ്റ് കൊടുക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ റിലീഫിനെ കുറിച്ച് പറയാം. ആ കിട്ടുന്ന പൈസ അങ്ങനെയുള്ള മാർഗത്തിൽ ചെലവഴിച്ചാൽ മതി. അല്ലാതെ ഇപ്പം പറഞ്ഞാൽ അല്ല, നിങ്ങളുടെ ഇതിന്റെ ചെലവ് കഴിഞ്ഞ് ബാക്കി വരുന്നത്. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ കഴിഞ്ഞാൽ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ അൽഹംദുലില്ലാ, ഞാൻ വഴി നിർത്തുകയാണ്. നമ്മളെല്ലാവരും നോമ്പ് തുറക്കുന്ന സമയത്ത് അള്ളാഹുവെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നതിന് പ്രതികാരം ചെയ്യണ പോലെ, സാധാരണ നോമ്പല്ലാത്ത മാസത്തിൽ കഴിക്കുന്നതിനേക്കാളും ഭക്ഷണമാണ് റമളാൻ മാസത്തിൽ നമ്മൾ കഴിക്കണത്. നോമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ ഭക്ഷണം ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുക, ഏത് തിന്നണമെന്നറിയില്ല. എന്നാൽ നമ്മുടെ വീടിന്റെ പരിസരത്ത് പച്ചവെള്ളവും കാരക്കയും കൈ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ എത്രയോ കുടുംബങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ മൂസാ നബിയോട് അള്ളാഹു ചോദിച്ചു, അത്രേ, മൂസ, എനിക്ക് വേണ്ടി നീ എന്താ ചെയ്തേ? അള്ളാഹു ചോദിക്കാം മൂസാ നബിയോട്, എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? പെണ്ണുങ്ങളൊക്കെ എഴുന്നേറ്റാ, ആരും ഇരിക്കരുത് കേട്ടാ. ഞാനും എഴുന്നേക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇനി ആ ചങ്ങാതിയെ ബുദ്ധിമുട്ടിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇരിക്കണേട്ടാ. അള്ളാഹുവെ, ആരൊക്കെ ഇവിടെ നിൽക്കുന്നു, ഇവരെ നീ പരലോകത്ത് നിർത്തി ഉരുക്കല്ലേ തമ്പുരാന്. അള്ളാഹു പരലോകത്ത് നിർത്തി ഉരുക്കല്ലേ അല്ലാ.
ഈ ചവിട്ടിയ കാല് സ്വർഗത്തിൽ ചവിട്ടാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഈ നിൽക്കുന്ന കാല് സിറാത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാൻ. അള്ളാഹു നമുക്ക് ആഫിയത്തും ആരോഗ്യവും നൽകുമാറാകട്ടെ. നിക്കല്ലേ, ബുദ്ധിമുട്ടണ്ട. 500,000 മാറാൻ ആധാരം കൊണ്ടുപോയി നിന്നില്ലേ കുറെ? ദുനിയാവിന് നിന്നില്ലേ? ഇത് ആഖിറത്തിന് വേണ്ടി. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് അള്ളാഹു ചോദിക്കുക, എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? മൂസാ നബി ചോദിച്ചു, അല്ലാ ഞാൻ ഇബാദത്ത് ചെയ്തില്ലേ? അല്ലാ ഞാൻ ഇബാദത്ത് ചെയ്തില്ലേ? ദിക്റുകൾ പറഞ്ഞില്ലേ? അല്ലാ പറഞ്ഞു, ഇതെല്ലാം നിനക്ക് വേണ്ടിയല്ലേ, എനിക്ക് വേണ്ടിയല്ലല്ലോ. നീ ഇബാദത്ത് ചെയ്തത് നിനക്ക് സ്വർഗം കിട്ടാൻ, നീ ദിക്റുകൾ പറഞ്ഞത് മീസാനിൽ ഭാരം കൂടെ, ഇതൊക്കെ നീ ചെയ്തത് നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി നീ ഒന്നും ചെയ്തില്ലല്ലോ. മൂസാ നബി കരയാൻ തുടങ്ങി. മൂസാ നബി അള്ളാഹിനോട് ചോദിച്ചു, അല്ലാ നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണ്ടേ? അള്ളാഹു പറഞ്ഞു, മുത്തഈമുൽ ജിആൻ, വിശക്കുന്നവന് നീ ഭക്ഷണം കൊടു, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവന് നീ ഭക്ഷണം കൊടു, അതാണ് എനിക്ക് വേണ്ടി ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, 4 വിഭാഗം ആൾക്കാരെ സ്വർഗം കാത്തിരിക്കുമെന്ന. സ്വർഗം അള്ളാഹിനോട് എല്ലാ ദിവസവും ദുആ ചെയ്യും, 4 വിഭാഗത്തിനെ എനിക്ക് തരണേ എന്ന്. ആ 4 വിഭാഗത്തിലെ ഒരു വിഭാഗം വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവനെ സ്വർഗം ദുആ ചെയ്ത് കാത്തിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അതിനേക്കാളും മഹത്വമുള്ള അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിന് സ്വർഗമാണ് പ്രതിഫലമെന്ന് പ്രവാചകൻ പറയുമ്പോൾ അതിന്റെ വിശദീകരണത്തിൽ കാണാൻ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് സ്വഹാബികൾ ചോദിച്ചു, അത്ര ഈ മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അവിടുന്ന് പ്രവാചകൻ പറഞ്ഞു, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. ഹദീസിന്റെ കിതാബിൽ കാണാം, ഒരു മഹാൻ അബ്ദുല്ലാഹ് മുബാറക് റളിയല്ലാഹു തആല മഹാനവറുകൾ അവിടുന്ന് ഒരു സ്വപ്നം കണ്ടു. അത്ര ഒരു ചെരുപ്പ് കുത്തിയുടെ ചരിത്രം നമുക്കറിയാം. ഈ വർഷം ഹജ്ജിന് വന്ന ഒരാളുടെയും ഹജ്ജ്, എല്ലാവരുടെയും ഹജ്ജ് അള്ളാഹു സ്വീകരിക്കാനുള്ള കാരണം, ഹജ്ജ് ചെയ്യാത്ത ഒരു മനുഷ്യൻ ചെയ്ത ഒരു നന്മ കാരണം ഈ വർഷത്തെ എല്ലാവരുടെയും ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചു. കഅബാലയത്തിന്റെ മുറ്റത്ത് കിടന്ന് അവിടെ ഇരുന്നു കൊണ്ട് സ്വപ്നം കണ്ടു, അള്ളാഹുവേ ആ മനുഷ്യൻ ആരാ, എന്ത് നന്മയാ ചെയ്തേ? മഹാനവിടുന്ന് ആ ചെറുപ്പ മനുഷ്യൻ അന്വേഷിച്ചു നടന്നു. അവസാനം നാട്ടിലേക്ക് ചെന്നപ്പോൾ ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യനാ. ഈ ചെരുപ്പ് കുത്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? ഹജ്ജിന് പോകണം. ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഹജ്ജിന് പോകണം. ചെരുപ്പ് കുത്തിയിട്ട് തനിക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരല്പം എടുത്തു മാറ്റിവെക്കും. അങ്ങനെ വർഷങ്ങളോളം മാറ്റിവെച്ച് ഈ മനുഷ്യന് ഹജ്ജിന് പോകാനുള്ള പൈസയായി. എത്രയോ പതിറ്റാണ്ടുകൾ എന്റെ പ്രിയമുള്ളവരെ നല്ല ഭക്ഷണം കഴിക്കാറില്ല. അള്ളാഹുവേ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഹജ്ജിന് പോകാനുള്ള ആഗ്രഹം. അവസാനം ചരിത്രം പറയുന്നു, ഈ മനുഷ്യന്റെ ഭാര്യ ഗർഭിണിയാ. ഒരു ദിവസം ഈ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ഈ പെണ്ണ് പറയാ, ഞാനൊരു ഗർഭിണിയാണ്. എത്രയോ നാളുകൾ കൊണ്ട് എനിക്ക് ഇറച്ചി കഴിക്കാൻ ആഗ്രഹമുള്ള കാര്യം നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ വാങ്ങിത്തരുന്നില്ല, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ആ ഭാര്യ പറയുകയാ, ഗർഭിണിയായ പെണ്ണ് ചോദിച്ചാൽ സാധിച്ചു കൊടുക്കണമല്ലോ. അടുത്ത വീട്ടിൽ ഇന്ന് ഇറച്ചിക്കറിയ മണമടിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ അയൽവാസികളുടെ വീട്ടിൽ ഇറച്ചിക്കറിയ മണമടിക്കുന്നു, നിങ്ങൾ വാങ്ങിത്തരത്തില്ല. അവിടെയെങ്കിലും പോയിട്ട് ഇത്തിരി കറി വാങ്ങിയിട്ട് വാ, ഞാനൊരു ഗർഭിണിയല്ലേ. തന്റെ ഭാര്യ വളരെ ദുഃഖത്തോടുകൂടി പറഞ്ഞപ്പോൾ ആ ചെരുപ്പുകുത്തിയായ മനുഷ്യൻ അയൽവാസിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെ ഒരു സഹോദരി ആ സഹോദരിയോട് പറഞ്ഞു, എൻ്റെ ഭാര്യ ഗർഭിണിയാ, അവൾക്കൊരാഗ്രഹമുണ്ട് ഇത്തിരി ഇറച്ചിക്കറി കഴിക്കാൻ. ഇന്നിവിടെ ഇറച്ചിക്കറിയല്ലേ, ഒരല്പം ഇറച്ചി ഞങ്ങൾക്ക് തരുമോ? ആ സമയത്ത് ആ പെണ്ണു പറഞ്ഞു, ഞാൻ തരൂല. ചെരുപ്പൂത്തിയായ മനുഷ്യൻ പറഞ്ഞു, അന്നാ ഇറച്ചി വേണ്ട, ഇത്തിരി ചാറുതാ, ഒരല്പം വെള്ളംതാ, ഇറച്ചിയുടെ വെള്ളംതാ. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. ഈ മനുഷ്യൻ ചോദിക്കുന്നു, നിങ്ങളും ഒരു പെണ്ണല്ലേ, നിങ്ങളും പ്രസവിച്ചവരല്ലേ, ഒരു ഗർഭിണിയായ പെണ്ണിന്റെ ആഗ്രഹമല്ലേ, നിങ്ങളൊരല്പം ഇറച്ചിയുടെ ചാറ് ചോദിച്ചിട്ട് എന്തേ തരാത്തെ? അവസാനം ഗതിയില്ലാതെ വന്നപ്പോ ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾക്കിത് കഴിച്ചുകൂടാ. അപ്പൊ ഈ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ ചോദിച്ചു, ഞാനും മുസ്ലിം, നിങ്ങളും മുസ്ലിം, നിങ്ങൾക്ക് കഴിക്കാമെങ്കിൽ എനിക്കും കഴിക്കാമല്ലോ, എന്തേ നിങ്ങൾ തരാത്തെ? ആ പെണ്ണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനൊരു വിധവയാണ്, എനിക്ക് 2 മക്കളുണ്ട്, യതീമീങ്ങളാ, ആരുമില്ല ഞങ്ങൾക്ക്. എത്രയോ നാളുകൾ കൊണ്ട് എൻ്റെ പൊന്നുമക്കൾ ഇറച്ചി കഴിക്കണമെന്ന് പറയുന്നു, വാങ്ങിക്കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഇന്ന് ഞാനിങ്ങനെ വഴിയിലൂടെ നടന്നു വരുമ്പോ വഴിയിലൊരു കഴുത ചത്ത് കിടക്കുന്നു, ഒരു കോവർ കഴുത വഴിയിൽ ചത്ത് കിടക്കുന്നു. ആ കഴുത ചത്ത് കിടക്കുന്നു. അല്ലാഹുവേ, ആ പെണ്ണ് ചിന്തിച്ചു, എൻ്റെ മക്കൾ ഒരുപാട് നാളുകൊണ്ട് ഇറച്ചി ചോദിക്കുന്നല്ലോ,
ആ ചത്ത് കടന്ന കഴുതയുടെ കുറച്ച് ഇറച്ചി മുറിച്ചോണ്ട് വന്നിട്ടാ ഞാൻ ഈ കറി വെക്കുന്നത്. ഇതെങ്ങനെയാ ഞാൻ നിങ്ങൾക്ക് തരുന്നേ? അല്ലാഹുവേ, ആ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ വീട്ടിൽ നിന്നിറങ്ങി ഓടി താൻ ഹജ്ജിന് പോകാൻ വേണ്ടി വച്ചിരിക്കുന്ന പൈസ മുഴുവൻ എടുത്ത് വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ ഭാര്യ ചോദിച്ചു, എവിടെ കൊണ്ടുപോവാ? എന്റെ അയൽവാസിക്ക് കൊടുക്കാനാ. ഭാര്യ ചോദിച്ചു, എത്ര കൊല്ലം കാത്തു വെച്ചതാ, നിങ്ങൾ എത്ര കൊല്ലം പട്ടിണി കിടന്നിട്ട് വെച്ച പൈസയല്ലേ, ഇത് ഹജ്ജിന് പോകാനുള്ള പൈസയല്ലേ, ഇതാണോ കൊടുക്കാൻ പോകുന്നത്? ആ സമയത്ത് ആ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ പറഞ്ഞു അത്രേ, പെണ്ണേ, എന്റെ വീടിന്റെ ചാരത്ത് 2 യതീമായ മക്കൾ കഴിക്കാനില്ലാതെ ചത്തുപോയ കഴുതയുടെ ഇറച്ചി തിന്നുന്നൊരവസ്ഥ ഈ കിടക്കുമ്പോ അവരെ സഹായിക്കാതെ ഈ പൈസയും കൊണ്ട് ഞാൻ മക്കത്ത് പോയിട്ട് കാര്യമില്ല. ഈ പൈസയും കൊണ്ട് ഞാൻ മക്കത്ത് പോയ എനിക്ക് അല്ലാഹ് ഒന്നും തരൂല. ഹജ്ജിന് ചെയ്യുന്നതിനേക്കാളും പ്രതിഫലവാ ഈ പാവങ്ങൾക്ക് കൊടുക്കുന്നത്. ആ മനുഷ്യൻ ആ പൈസ കൊണ്ടുപോയി ആ കുടുംബത്തിന് കൊടുത്തു. അത് കാരണമാണ് ആ വർഷം ഹജ്ജ് ചെയ്ത എല്ലാവരുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചത്. ഈ മനുഷ്യൻ അല്ലാഹു ആ പ്രതിഫലം കൊടുത്തത് എന്ന് ചരിത്രം പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വാപ്പാടെ കൂട്ടുകാര്, നമ്മുടെ ഉമ്മാടെ കൂട്ടുകാര്, നമ്മുടെ മാതാപിതാക്കളുടെ കുടുംബക്കാര്, നമ്മുടെ വീടിലും പരിസരത്തും അല്ലാഹുവേ ഒരു നേരത്തിന് അന്നമില്ലാത്ത, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത ഒരുപാട് പാവങ്ങളുണ്ട് സഹോദര. അവരെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. അവര് നിന്റെ വീടിന്റെ മുന്നിൽ പിരിവിന് വരുന്നില്ല. അത് അഭിമാനമുള്ളത് കൊണ്ടാ, നാണം കെടണ്ട എന്ന് വിചാരിച്ചിട്ടാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, നിങ്ങൾ റമളാൻ മാസം കടന്നു വരുന്നു, നിങ്ങളെല്ലാവരും അൽഹംദുലില്ലാ ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു മാസം അൽഹംദുലില്ലാ പരിശുദ്ധമായ റമളാൻ മാസം നല്ല നിലയിൽ ഇടയത്താഴം കഴിച്ച്, നല്ല നിലയിൽ ബിരിയാണി മട്ടൻ ബിരിയാണി ഒന്നും വേണ്ടപ്പ, കഞ്ഞിയും പയറാണെങ്കിൽ അത് മതി. ഒരു മാസക്കാലം അവർക്ക് നല്ല നിലയിൽ സന്തോഷത്തോടെ കഴിയാനുള്ളത് അൽഹംദുലില്ലാ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുക്കണം. അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഒരു പ്രതിഫലം തരാമെന്ന് പറഞ്ഞു. ഒന്ന്, നിനക്ക് അല്ലാഹു ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല് ഒന്ന് ചുംബിച്ച പാവം മുഴുവനും പുറത്തു പോകുന്ന കല്ല്, അതിലൊന്ന് തൊടുകയെങ്കിലും ചെയ്യണ്ടേ മോനെ? ആ കല്ലിലൊന്ന് മുത്തം വെക്കണ്ടേ? കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് മുത്തുനബി ദുആ ചെയ്തതല്ലേ, നിനക്ക് പോയി ചെയ്യണ്ടേ? അല്ലാഹുവേ, പടച്ചവനെ, മക്കത്ത് നിന്ന് വരുന്നവര് കൊണ്ടുതരുന്ന സംസം വെള്ളം കുടിച്ചാ മതിയോ ഉമ്മ? നിനക്ക് അവിടെ പോയിട്ടൊന്ന് കോരി കുടിക്കണ്ടേ ഉമ്മ? സ്വന്തം കൈകൊണ്ട് നിനക്ക് അവിടെ പോയിട്ട് കോരി കുടിക്കണ്ടേ? മഖാമു ഇബ്രാഹിം, ഹിജ്റി ഇസ്മായിൽ, സഫാ മർവ, ഇതൊക്കെ നിനക്കൊന്ന് പോയി ദുആ ചെയ്യേണ്ട സ്ഥലമല്ലേ ഉമ്മ? എത്ര കാലം കൊണ്ട് വീടിന്റെ അകത്ത് നിന്ന് നിസ്കരിക്കുന്നു, നിനക്ക് ആ കഅബയുടെ മുറ്റത്ത് പോയി നിസ്കരിക്കണ്ടേ ഉമ്മ? അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പാവങ്ങളെ നീ സഹായിക്ക്, നിനക്ക് അല്ലാഹു അവിടെ ചെല്ലാൻ, അള്ളാന്റെ അതിഥിയാ നീ, ളുയൂഫ് റഹ്മാന, പടച്ചവൻ നിന്നെ തെരഞ്ഞെടുക്കും. രണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഈ കൊടുക്കുന്നതിന്റെ പ്രതിഫലം നീ മരിക്കുമ്പോ കണ്ടട്ടെ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിങ്ങൾ മരിക്കുമ്പോ, നിങ്ങൾ മരിക്കണ സമയത്ത് കാണും, വഅബ്ശിറൂ ബിൽ ജന്ന, വഅബ്ശിറൂ ബിൽ ജന്ന. നെറ്റിത്തടം വിയർത്ത്, മൂക്കിന്റെ ദ്വാരങ്ങൾ വികസിച്ച്, മുഖം പ്രകാശിച്ച്, ചുണ്ടത്ത് ചിരിയുമായി കാണാൻ വരുന്നവരെ കൊതിപ്പിക്കുന്ന രീതിയിൽ മരിക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.